ഹലോ, നമ്മൾ തിരിച്ചു വന്നു. രാവിലെ ആദിക്കുട്ടൻ പറമ്പിൽ എന്തോ സംഭവം കണ്ടതിൻ്റെ പേരിൽ അവൻ്റെ അച്ഛമ്മയും വിളിച്ചുകൊണ്ട് പോവുക ചെയ്ത്. അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോഴാണ് അമ്പഴങ്ങ അത്യാവശ്യം വലുപ്പമായിട്ട് കിടപ്പുണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമായിരിക്കും. സാധാരണ ഈ മാങ്ങയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. അറിയാവുന്ന ആൾക്കാരാണ് എല്ലാവരും തന്നെ. ഇനിയിപ്പോൾ അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണ്, മാങ്ങയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്, പുളിപ്പ് തന്നെയാണ്. അത് സാധാരണ നമുക്കങ്ങനെ കടയിൽ അങ്ങനെ അങ്ങ് വാങ്ങിക്കാൻ കിട്ടാറില്ല അത്. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കൽ അന്വേഷിച്ചപ്പോൾ അത് കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മൾ ഇവിടുന്ന് ഒരു തൈയൊക്കെ മേടിച്ച് വച്ച് അമ്മ തന്നെ നട്ടുപിടിപ്പിച്ച് അങ്ങനെ റെഡിയാക്കി എടുത്തതാണ്. ഏതായാലും ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം അമ്പഴങ്ങ കായൊക്കെ ഉണ്ടായി കിടപ്പുണ്ട്, കുറച്ചധികം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഈ ഒന്നിട്ടെണ്ണം തിന്ന് കളയണേലും ഭേദമാണല്ലോ, അത് നമുക്കതൊരു അച്ചാറിടാമെന്ന് ഓർത്തു. അപ്പോൾ അതിനു വേണ്ടി കുറച്ചെണ്ണം നമ്മൾ പറിച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്തു. അപ്പോൾ ഇതെല്ലാം പറിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആവേശം മൂത്ത് ആദിക്കുട്ടൻ ഓരോന്നോരോന്ന് ഇങ്ങനെ പറിച്ചെടുത്തു. കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതാണേലും കുറേ അങ്ങ് പറിക്കാമെന്ന് ഓർത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിള്ളേരെ കൂട്ടുവാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു എനർജറ്റിക് ആയിട്ടൊരു പരിപാടിയായി, അവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിനകത്തൊക്കെ. അപ്പോൾ അങ്ങനെ ഓർത്തായിരുന്നു കേട്ടോ അത് അവനെ കൊണ്ട് ചെയ്യിച്ചത്. ഏതാണെങ്കിലും നമ്മൾ കുറച്ചധികം അങ്ങ് പറിച്ചു. അത്യാവശ്യം ഒരു ബൗൾ നിറയാൻ പാകത്തിന്. കാരണം നമ്മളൊന്ന് അച്ചാറിട്ട് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്യും, കുറച്ചധികം ക്വാണ്ടിറ്റിയും വേണമല്ലോ, നല്ല കാര്യമുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കി നമ്മൾ പറിച്ചു. അപ്പോൾ ഇത് തുമ്പ് നിൽക്കണം. ഇത് സാധാരണ നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് നോക്കിയാൽ കാണുന്നതല്ല. ഏതാണല്ലോ അവർ പറിച്ചൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചാറുണ്ടാക്കാനായിട്ടുള്ള കുറച്ച് കറിവേപ്പില ഇങ്ങോട്ട് പറിക്കാൻ നിർത്തും. അതും വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് അതും അവിടെ നിന്ന് തന്നെ അങ്ങനെ അങ്ങ് തോട്ടിയൊക്കെ വെച്ച് വലിച്ചു പറിച്ചു. അതും കൊണ്ട് നമ്മൾ ഏതാണേലും പതുക്കെ ചെന്നു. എന്നിട്ട് ഈ പറഞ്ഞ അമ്പഴങ്ങ നമ്മൾ ശരിക്കും നല്ല വൃത്തിയായിട്ട് കഴുകണത്. അത് നമ്മൾ പറിക്കണ സമയത്ത് തന്നെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അതിൻ്റെ പുറത്തൊരു കറുത്ത് ഇങ്ങനെ ഒരു പൊടി പോലെ വരും. അപ്പോൾ അത് നമ്മൾ ശരിക്കും കഴുകി കളയണം. അപ്പോൾ 2-3 തവണ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയാൽ മാത്രം മതിയാകത്തില്ല, ശരിക്കും അത് ചുരണ്ടി കളയണം. എന്നിട്ട് അപ്പോൾ ഒരു കത്തിയൊക്കെ വെച്ചിട്ട് നമ്മളത് ചുരണ്ടാൻ അങ്ങ് തുടങ്ങി. അങ്ങനെ ഏതാണെങ്കിലും കുറേ നേരം പണിപ്പെട്ട് അതങ്ങ് കഴുകിയെടുത്തു. അപ്പോഴത്തേക്കും വസുക്കുട്ടൻ എഴുന്നേറ്റ് വന്നു. അവൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവൻ്റെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ അവനൊരു അമ്പഴങ്ങ കൊണ്ട് കൊടുത്തു. പുള്ളി പതുക്കി അത് കടിച്ചു നോക്കി. സാധാരണ മാങ്ങ പോലെ കടിക്കാമെന്നൊക്കെ ഓർത്ത് കടിച്ചതാണ്. കടിച്ചപ്പോഴത്തേക്ക് നല്ല പുളി. അപ്പോൾ പുള്ളിക്ക് അതിലത് നമുക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പുളി കടിച്ചിട്ട് ഇങ്ങനെയാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ഏതാണെങ്കിലും അവർ കഴുകിക്കൊണ്ടിരുന്നെല്ലാം കഴുകി കഴിഞ്ഞ് ചുരണ്ടിയെല്ലാം റെഡിയാക്കിയതിന് ശേഷം പതുക്കെ അരിയാൻ തുടങ്ങി. അപ്പോൾ ഇത് അരിയേണ്ടത് ഈ ഒരു രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തത്. അത് നീളത്തിൽ തന്നെ അതങ്ങ് ഓരോ പീസായിട്ട് അരിഞ്ഞങ്ങ് എടുത്തു. അപ്പം ഒരു അമ്പഴങ്ങ അത്യാവശ്യം ഒരു 4-5 പീസായിട്ട് നമുക്കത് അരിഞ്ഞ് മാറ്റാൻ പറ്റുള്ളൂ. അത് ഇത്ര അമ്പഴങ്ങ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുത്ത് അരിഞ്ഞു. ഇത് അങ്ങനെ എപ്പോഴും കിട്ടുന്ന സാധനമല്ലാണ്ട് കുറച്ചൊന്നും നമ്മൾ അതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അരിഞ്ഞെല്ലാം വേറൊരു ബേസിനിലേക്ക് മാറ്റി അതങ്ങനെയും എടുത്തു വെച്ചു. ഏകദേശം അത് നമ്മൾ പറിച്ച അത്രയും തന്നെ ഒരു കപ്പോളം ഉണ്ടായിരുന്നു അത് അരിഞ്ഞെടുത്തിട്ട്. അപ്പോൾ ഇത് അരിഞ്ഞുകൊണ്ട് പോയിട്ടാണ് ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് അച്ചാറുണ്ടാക്കാൻ പോയത്. അപ്പോൾ ഇതിൻ്റെ ഇനി അടുത്ത പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മാങ്ങയും അച്ചാറിടാം. പക്ഷേ നാരങ്ങ ഇതുപോലെയല്ല അച്ചാറിടേണ്ടത്. നാരങ്ങ വേറെ രീതിയിലാണ്, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ചീനച്ചട്ടി ഗ്യാസ് അടുപ്പിലായിരുന്നു ഉപയോഗിച്ചത്. അപ്പോൾ അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ തിളച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇഞ്ചിയും കൂടി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അത് ശരിക്കും ഒന്ന് തിളച്ച് മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമ്മളൊന്ന് പൊടിക്കുന്ന ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ നേരത്തെ പറിച്ച് കഴുകി എടുത്ത കറിവേപ്പില ഉണ്ടായിരുന്നു. അപ്പോൾ ആ കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും എല്ലാം കൂടെ ചേർന്ന്, വറ്റൽമുളക് പീസായിട്ടാണ് ഇട്ടത്. ഫുൾ ഇങ്ങനെ കിടക്കുന്നതിനൊരു നമുക്കൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ പീസാക്കി എടുത്തു. എന്നിട്ട് അത് രണ്ടും കൂടെ ചേർത്ത് കുറച്ച് നേരം ഇളക്കി അത് ശരിക്കും ഒന്ന് മൂത്ത് ചൂടായി ആ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. അത് നമ്മുടെ ആവശ്യത്തിന്. മഞ്ഞപ്പൊടിയൊന്നും അധികം ഇടണ്ട, പക്ഷെ മുളക് പൊടി കുറച്ച് അധികം ഇടണം. അച്ചാറാണല്ലോ, അപ്പോൾ കുറച്ച് എരിവ് വേണം അച്ചാറിന്, എന്നാലേ അതൊരു സുഖമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി, കുറച്ചധികം മുളക് പൊടി ഇട്ട് എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഇളക്കിയതുപോലെ തന്നെ തവി വെച്ചിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് നമ്മളത് ഇളക്കണം. അതെല്ലാം ഒന്ന് കൂടിച്ചേരാൻ പാകത്തിന് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മുടെ ആവശ്യത്തിനാണ് കേട്ടോ ഇത് ഇടേണ്ടത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അച്ചാറിന് കുറച്ച് ഉപ്പൊക്കെ വേണം. അപ്പോൾ അതിട്ട് ഒന്ന് ഇളകിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ പറിച്ച് കട്ട് ചെയ്ത് വെച്ച് അമ്പഴങ്ങ ഇടണം. അമ്പഴങ്ങ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ മുളക് പൊടിയൊക്കെ ഇട്ട സ്ഥിതിക്ക് അതിങ്ങനെ നമ്മൾ ആ അടിയിൽ നിന്ന് പറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടി ഇനി ആ ഒരു മൊമെൻറ്റ് മുതൽ നമ്മൾ ഓരോ എന്തൊക്കെ കാര്യങ്ങളും ചെയ്യുമ്പോഴും നല്ല വൃത്തിയായിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയും ഇട്ടു. നമ്മൾ നന്നായിട്ട് ഇളക്കി ശരിക്കും ആ മസാലയൊക്കെ എല്ലാ അമ്പഴങ്ങയിലും പിടിച്ചു എന്ന് നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഇപ്പോൾ നമുക്കൊന്നിട്ട് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മുളക് പൊടി കുറവാണെന്നുണ്ടെങ്കിലോ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ഇടുക. അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്ക് തിളപ്പിക്കാൻ വെച്ചേക്കണത്
അപ്പോൾ അതൊക്കെ ഒരു ചുറുക്കിയാണത്. അപ്പോൾ നമ്മൾ ശരിക്കും തെങ്ങിൻ്റെ എടുത്ത് ചുറുക്കിയാണ് എടുത്ത്. അപ്പോഴത്തേക്കും നമ്മളാണെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ ഉലുവയുടെ പൊടിയും കായപ്പൊടിയും കൂടി എടുത്ത് വെക്കണം. എന്നിട്ട് നേരത്തെ ചൂടാക്കിയ ആ ചുറുക്ക, അത് നമ്മൾ ശരിക്കും റിയൽ ആയിട്ടുള്ള ചുറുക്കാനാണ് ഉപയോഗിച്ചത്. ഷാപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ചുറുക്ക ശരിക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സിനകത്തേക്ക്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ചെയ്ത ശേഷം ശരിക്കും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പതുക്കെ നമുക്ക് ആ അച്ചാറിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ഇപ്പോൾ ഈ ഒരു സമയത്ത് ശരിക്കും നമുക്ക് പതുക്കെ ആ സ്മെല്ലങ്ങ് വന്ന് തുടങ്ങും. എന്നിട്ട് നമ്മൾ ആ നേരത്തെ എടുത്തു വെച്ചിരുന്നല്ലോ, അതായത് കായപ്പൊടി ഉലുവപ്പൊടി, ഇത് രണ്ടും കൂടെ അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് പിന്നെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പിന്നെയും ഇളക്കുക. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഇട്ട ആ ഒരു കായപ്പൊടിയും ഉലുവപ്പൊടിയും അതുപോലെ തന്നെ ആ ഒരു ചുറുക്കയും കൂടെ ശരിക്കും എല്ലാ അമ്പഴങ്ങയുടെ പീസിലെല്ലാത്തിനും കൂടെ ശരിക്കും പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സോട് കൂടി നമ്മുടെ ആ അച്ചാർ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റെപ്പ് ശരിക്കും അവസാനിക്കുക. നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഒരു പാകത്തിലേക്ക് എത്തണം. വിഭവം ഏതും ആയിക്കൊള്ളട്ടെ, ടേസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യക്കുട്ടം മാത്രമേ നമുക്കുള്ളത്. അപ്പോൾ അവൻ സംഭവം വന്ന് മണത്തൊക്കെ നോക്കി, അച്ചാറിൻ്റെ ആ മണമൊക്കെ വന്ന് പുള്ളി ഇങ്ങനെ വിരളി പിടിച്ചിരിക്കുമായിരുന്നു ആ ഒരു പീസ് എടുത്ത് കഴിക്കാനായിട്ട്. അത് കഴിച്ചപ്പോഴത്തേക്കും എരിവും പുളിയും എല്ലാം നല്ല പാകത്തിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അച്ചാർ റെഡി ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ അച്ചാർ അന്നേരം ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത്, ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ആവുന്ന ഇരിക്കണം അവിടെ. എന്നാലേ നമ്മളായിട്ട സകല പൊടികളും ആ മിക്സിൽ ചേർത്ത് കായത്തിൻ്റെയും ഉലുവയുടെ എല്ലാം മണവും എല്ലാം പിടിച്ച ചുറുക്കിയൊക്കെ അതിനകത്തേക്ക് എല്ലാം ചേർന്നിട്ട് ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന അച്ചാറിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്കിതൊരു കണ്ടെയ്നറിലാക്കി ഒരാഴ്ചയെങ്കിലും വച്ചിട്ട് എന്നിട്ട് നമുക്കത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഷോയ്ക്ക് വേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഏതായാലും നിങ്ങളുടെ വീട്ടിൽ അമ്പഴങ്ങ കിട്ടാൻ വകുപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അറിയിക്കും.